ഒരു രാത്രി അങ്ങോട്ട് വെറുതെ ഇരുന്നപ്പോ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ വന്നിരിച്ചു. ഈ വൈറ്റ് സ്പേസിൽ അങ്ങോട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താലും. പക്ഷെ അപ്പോഴേക്കും എന്റെ വിശപ്പിന്റെ വിളി വന്നു കഴിച്ചു. നമ്മൾ ഇന്നലെ വാട്ടർമെലൻ റോസ് മിൽക്ക് ഉണ്ടാക്കിയതിന്റെ ബാക്കി തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അത് ഞാൻ അങ്ങ് പൊക്കി. ഈ ഒരു ടൂൾ ഉണ്ടല്ലോ, ഇത് ഞാൻ 157 രൂപയെന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ. അടിപൊളി സാധനമാണ്. വാട്ടർമെലൻ ഇങ്ങനെ ഇട്ടൊന്ന് വരണ്ടിയാൽ മാത്രം മതി, നല്ല അടിപൊളി പീസ് കിട്ടും. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വിശന്നിരിക്കുമ്പോഴല്ലോ ഇതിന് തൊണ്ടുമുള്ളൊന്നും പറിക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല. ഈ ഒരു ടൂള് കയ്യിലുണ്ടെങ്കിലോ ഒറ്റക്കുത്തിനും സാധനം കിട്ടിക്കോളും. അതും തൊലി ഫ്രീ ആയിട്ട് തന്നെ. തണ്ണിമത്തം മുറിക്കണം കണ്ടപ്പോ അച്ഛനും അമ്മയും വന്നോണ്ട് ഓരോ പീസ് വെച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അവസാനം നമ്മുടെ ടൂൾ അങ്ങോട്ട് കഴുകി വെച്ചപ്പെട്ടല്ല, അതുകൊണ്ട് കൈ ശുഭ ലക്ഷണം. അതോടുകൂടി അന്ന് രാത്രി ചെയ്യാൻ വെച്ച പണി ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ചെയ്തു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. നമ്മൾ ഇന്നലെ എടുത്ത പേപ്പർ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഞാൻ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ ഡബിൾ സൈഡ് സെല്ലോ ടൈപ്പ് അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കറണ്ട് വന്നു. ശുഭ ലക്ഷണം. അപ്പൊ ഇന്ന് തന്നെയാണ് ദിവസം ഐശ്വര്യമായിട്ട് തന്നെ ഒട്ടിച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വിചാരിച്ച എത്ര ഭംഗി കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഇതിൽ ഡബിൾ സൈഡ് തിൻ ടൈപ്പ് യൂസ് ചെയ്യാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. ഇത് വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മുടെ പെയിന്റ് ഒന്നും പെട്ടെന്ന് പറഞ്ഞു വരുമൊന്നുമില്ല. പേപ്പേഴ്സ് ഒട്ടിക്കേണ്ട സ്ഥാനങ്ങൾ ഞാനൊരു ഊഹോ ഭംഗി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവാട്ടാ. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ലൈറ്റർ കൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡ് ഒന്ന് കത്തിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. ഒരു പിൻട്രസ്റ്റ് പൂക്കി വൈബ് കിട്ടാൻ വേണ്ടിട്ട് ഒരു റിബണും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സാറ്റിൻ റിബൺ ഏത് കളർ വേണമെങ്കിലും എടുക്കാട്ടോ. ഞാൻ എന്റെ റൂം മൊത്തത്തിൽ ബ്ലൂ ആയിട്ട് ഇരിക്കണോണ്ട് ബ്ലൂ റിബൺ തന്നെ നോക്കി. എല്ലാം കഴിഞ്ഞ് നോക്കിയിട്ടും എനിക്ക് എന്തൊക്കെയോ ഒരു കുറവ് പോലെ തോന്നി ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഇത് കാണാൻ ഭംഗി ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചില കട്ടിങ്സ് ഉള്ള പോർഷൻ ഒക്കെ നോക്കി അവിടെ ഒട്ടിച്ചു. ആൻഡ് ഫൈനലി ഈ ഒരു ലുക്ക് ആട്ടാ കിട്ടിയത്. ഇതെനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് താഴെ കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ മക്കളെ.